2015 മോഡൽ ഒറിജിനൽ കേരളയാണ് വരുന്നത്. ഇന്നോവ സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. 2014 മോഡൽ ഓഡി A4 ആണ്, ടോപ്പിൻ്റെ മോഡലാണ് വരുന്നത്. 2022 മോഡൽ മഹീന്ദ്ര സ്കോർപിയോ N ആണ്. 2012 മോഡൽ മഹീന്ദ്ര ബൊലേറോ ആണ്, തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. 2014 മോഡൽ മഹീന്ദ്ര XUV ആണ്, W8 ആണ് വരുന്നത്. 2014 മോഡൽ ഫോർച്യൂണർ ആണ്, ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, ധനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ചാക്ക ബൈപ്പാസ് എന്ന് പറയുന്ന സ്ഥലത്താണ്, അതായത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. നല്ല SUV, അതായത് പ്രീമിയം വണ്ടികൾ, അത് ഓടി അടക്കമുള്ള പ്രീമിയം വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. പിന്നെ അതിൽ തന്നെ ചെറിയ കുറച്ച് വണ്ടികളും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം തുടങ്ങുന്നത് വലിയ തുകയ്ക്കുള്ള പ്രീമിയം വണ്ടികളും SUV വണ്ടികളുമായിട്ടുള്ള വണ്ടികളിൽ നിന്നാണ്. അപ്പോൾ ആരും വീഡിയോ തുടങ്ങുന്ന ഉടനെ ഇട്ടിട്ടിറങ്ങി ഓടിക്കളയരുത്. ബാക്കിലോട്ട് ചെറിയ വണ്ടികളും വരുന്നുണ്ട്. അപ്പം അത്തരമുള്ള വണ്ടികളൊക്കെ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും പറ്റിയ നല്ലൊരു വീഡിയോ ആയിരിക്കും. അത്തരത്തിലുള്ള വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വരാം. കാറിൻ്റെ ഷോപ്പിൻ്റെ പേരെന്ന് പറയുന്നത് കാർ ലിങ്ക് എന്നാണ്. ഇപ്പോൾ ഇവിടെ മേള നടക്കണം, അപ്പോൾ അതിൻ്റേതായ വിലയിൽ വ്യത്യാസങ്ങൾ വരുത്തിയാണ് വണ്ടികൾക്ക് ഇട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം മേള ബേസ് ചെയ്ത് വരുന്ന എല്ലാവർക്കും അതിൻ്റേതായ ഒരു പ്രയോജനം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല വണ്ടികൾ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. 2019 മോഡൽ തേർഡ് ഓണർഷിപ്പാണ് വരുന്നത്, ടാക്സിയാണ്. ഇത് റീവണ്ടിയാണോ? റീവണ്ടിയാണോ? അല്ലല്ല, കേരള വണ്ടി തന്നെയാണ്. ഒറിജിനൽ കേരള തന്നെയാണ്. 3,33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി അത്യാവശ്യം റേറ്റ് വരുന്നത് 4.5 ആണ്. നമുക്കൊരു 2.5 വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 4.5 ചോദിക്കുന്നത്. ആ, ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകമൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. റൂഫ് എങ്ങനെയുണ്ട്? റൂഫ് ഇട്ടിട്ടുള്ള വൃത്തിയായിട്ട് വണ്ടി നല്ലപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ടയർ ആവറേജ് ടയേഴ്സാണ്. എത്ര ചോദിക്കുന്നത്? 4.5 ആണ്. ഫിനാൻസ് അവൈലബിൾ ആണ്. ഒരു 2.5 വരെ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2.5 വരെ. ഇതൊക്കെ പോളിഷ് ചെയ്ത് വൃത്തിയാക്കി കൊടുത്താലേ വിടുള്ളൂ. ഗ്ലാസിൻ്റെ ഇതൊക്കെ ഈ ഒരു കണ്ടീഷനാണ്, ഈ കിടക്കുന്ന കണ്ടീഷനിലാണ് പറയുന്നത്. 2022 മോഡൽ മഹീന്ദ്ര സ്കോർപിയോ N ആണ്. എന്ന് പറയുമ്പോൾ ഇത് ടോപ്പ് വേരിയൻ്റ് ആണ്. അതെ അതെ. ഇത് മൈലേജ് ഒക്കെ എന്താണ്? ഒരു 8-9 വരെ മൈലേജ് കിട്ടും. ആ റേഞ്ച് വണ്ടി. ഓട്ടോമാറ്റിക് അല്ല, സിംഗിൾ ഓൺഷിപ്പിലാണ് വരുന്നത്. 9,000 കിലോമീറ്റർ മാത്രമേ ഇത് ഓടിയിട്ടുള്ളൂ. ടോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന മോഡൽ വണ്ടിയാണ്. അതെ അതെ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 22.5 ആണ് ചോദിക്കുന്നത്. ഒരു നമുക്ക് 18 വരെ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വണ്ടിക്ക് വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. വണ്ടി കാണാൻ നല്ല ലുക്കിൽ കിടപ്പുണ്ട്. ടയേഴ്സൊക്കെ നല്ല ടയറാണ്. 9,000 ഓടിയ ടയർ. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. 22 ചോദിക്കുന്നത്? 22.5 നമുക്ക് ആസ്കിങ് ചോദിക്കുന്നത്. ഒരു 18 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 2014 മോഡൽ ഫോർച്യൂണറാണ്, ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. വണ്ടിയാണ്. അതെ. 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 78? ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഇപ്പോൾ നിലവിൽ സിംഗിൾ ഓൺഷിപ്പിലാണ് ഇരിക്കുന്നത്. വണ്ടിക്കകമൊക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. എത്ര ചോദിക്കുന്നത്? 16.75 ആണ്. 16.75. കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്, കുഴപ്പമില്ല. ഒരു 10 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും വരുന്നില്ല. ഇതിൻ്റെ നമുക്കൊരു 8-9 വരെ മൈലേജ് കിട്ടും. 12 മോഡലാണ് വരുന്നത്. വണ്ടിയാണ്. ഇത് റീവണ്ടിയാ? ആണ്. ഇവിടെ ഇഷ്ടം പോലെ ഈ റീവണ്ടി കിടപ്പുണ്ടോ? എന്താണ് സാർ? ഇഷ്ടം പോലെ റീവണ്ടി വന്ന് കിടപ്പുണ്ടോ? 1,90,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. 4th ഓണർഷിപ്പിലാണ് ഇരിക്കുന്നത്. എൻ്റെ റേറ്റ് വരുന്നത് 6.90 ആണ്. നമുക്കൊരു 4 ലക്ഷം വരെ ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഇത് ഏത് വേരിയന്റ് ഏതാ അറിയോ? ആണ്. ടയർ കുറവാണ്. ഈ പറയുന്ന പ്രൈസിന് ഈ ടയറൊക്കെ മാറി കൊടുക്കൂ? നിലവിൽ ഈ കണ്ടീഷനിലാണ് നമ്മൾ ഈ ഒരു റേറ്റ് പറയുന്നത്. ടയർ മാറില്ല. നെഗോഷ്യബിൾ ആണ് റേറ്റ്. എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കൊടുക്കും. 2012 മോഡൽ മഹീന്ദ്ര ബൊലേറോ ആണ്, തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. ഇത് റീവണ്ടിയാണോ? അല്ല, കേരള വണ്ടി തന്നെയാണ്. 86,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെൻ്റ് ഒന്നും വരുന്നില്ല.
ഇതിൻ്റെ റേറ്റ് വരുന്നത് 4,10 നമുക്കൊരു 3 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് അറേഞ്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 1 സംതിങ് കൊണ്ടുവന്നാൽ ഇറക്കാം അല്ലേ? അതെ. ടയേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല ടയേഴ്സ് ഉണ്ട്, കുഴപ്പമില്ല. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ടൊന്നുമില്ല. ഇല്ല. വണ്ടി കാണാനും വലിയ കുഴപ്പമൊന്നുമില്ല. എത്ര ചോദിച്ചാൽ? 4,10. 4,10. നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടേ? നെഗോഷ്യബിൾ ആണ്. 2017 മോഡൽ ഹോണ്ട ജാസ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഓണർഷിപ്പ് എത്രയാണ്? തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. വണ്ടിക്കകമൊക്കെ 52,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. വണ്ടിക്കകമൊക്കെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്, കുഴപ്പമില്ല. അതിൻ്റെ റേറ്റ് വരുന്നത് 5,400 നമുക്കൊരു 4-4,4 വരെ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ടയർ മുട്ടയാണ്. വേറെ അപാകതയുടെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. 5,400 അല്ലേ? അതെ. 2015 ഹോണ്ട അമേസ് സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. പെട്രോൾ വണ്ടിയാണ്. 94,000 കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. വേരിയന്റ് ഏതായത്? എസ് ആണ് വരുന്നത്. എസ്. അതെ. ഫോർഡ് പവറിന്റെയും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. അതെ അതെ. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയർ. റേറ്റ് വരുന്നത് 5,80 റേറ്റ് നെഗോഷ്യബിൾ ആണ്. നമുക്കൊരു 4-4.5 വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2014 മോഡൽ ഓഡി A4 ആണ്. ടോപ്പ് എൻഡ് മോഡലാണ് വരുന്നത്. വണ്ടിയാണ്. ഹരിയാന രജിസ്ട്രേഷൻ ആണ്. ആക്സിഡന്റ് കേസ് റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. എത്ര ഓടി? 82,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ടയർ കണ്ടീഷൻ ആവറേജ് ടയർ കണ്ടീഷൻ. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ഇല്ല. എത്ര ചോദിക്കുന്നത്? 9.5. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഒരു 10. ഇതിന് പെട്രോളാ ഡീസലാണ്? ഡീസലാണ്. 2015 മോഡൽ ഒറിജിനൽ കേരളയാണ് വരുന്നത്. ഇന്നോവ സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. 1,90,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പിലാണ് ഈ വണ്ടി വരുന്നത്. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇതിന്റെ റേറ്റ് വരുന്നത് 11.5 നമുക്കൊരു 8 രൂപ വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 8 രൂപ? 3 രൂപ. അതെ. ഒറിജിനൽ കേരള വണ്ടിയാണ്. വണ്ടിയെല്ലാം വൃത്തിയാണ്, കുഴപ്പമില്ല. ബാക്ക് സീറ്റും കാര്യങ്ങളെല്ലാം കൊള്ളാം, നന്നായിരിക്കുക. ടയർ കണ്ടീഷനൊക്കെ ആവറേജ് ടയർ കണ്ടീഷൻ ഉണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. ഈ റീപ്ലേസ്മെൻറ്റ്സ് ഇല്ലെന്ന് പറഞ്ഞാൽ ഉള്ളതാണേ. 2015 മോഡൽ ഹോണ്ട സിറ്റി ടാക്സിയാണ് വരുന്നത്. ഓണർഷിപ്പ് എങ്ങനെയാണ്? തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. ഡീസലാണ്. മൈലേജ് കിട്ടും. 16 കിട്ടുമല്ലോ. ഡീസലാകുമ്പോൾ കൂടുമോ? ഡീസൽ വണ്ടിക്ക് മൈലേജ് കൂടുതലാണ്. 89,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് വരുന്നത് 5.5. റേറ്റ് നെഗോഷ്യബിൾ ആണ്. നമുക്കൊരു 1 lakh സംതിങ് ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ബാക്കി ഫിനാൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോർഡ് പവറിന്റെ ആണല്ലേ? അതെ. ടയേഴ്സ് ഒക്കെ ആവറേജ് ടയേഴ്സ് ഉണ്ട്, കുഴപ്പമില്ല. വണ്ടിക്ക് വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഇല്ല. തട്ട് മുട്ട് അങ്ങനെയുള്ള പരിപാടിയൊന്നും? 2014 മോഡൽ മഹീന്ദ്ര XUV ആണ്. W8 ആണ് വരുന്നത്. എന്തോ ഓടിയിട്ടുണ്ട്? 1,17,000 കിലോമീറ്റർ. ഡീസലാണ്. ഇത് ഒറിജിനൽ കേരളയാണോ? കേരള വണ്ടിയാണ്. തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. വണ്ടിക്കകമൊക്കെ അത്യാവശ്യം നല്ല സീറ്റ് കവറും കാര്യമൊക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് പോകുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആണോ? മാനുവലാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 5.90. റൂഫൊക്കെ കൊള്ളാം. 5.90. അതെ. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയറുണ്ട്. റീടച്ച് പരിപാടികളുണ്ട്. 5.90. ഒരു 4 വരെ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡീസൽ അല്ലേ? ഡീസലാണ്. വണ്ടിക്ക് വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി കാണാനൊന്നും വലിയ കുഴപ്പമില്ല. 2013 മോഡൽ ഷെവർലെറ്റിന്റെ ബീറ്റ് ആണ്. ഒരു ലോ ബഡ്ജറ്റ് വണ്ടിയൊക്കെ നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. ഡീസലാണ്. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ?
റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. 37,000 കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത്. വണ്ടിക്കകം വൃത്തിയാക്കേണ്ടതുണ്ടല്ലേ? ആ, ഇതിൻ്റെ റേറ്റ് വരുന്നത് 1,55 1,55. ടയറൊക്കെ നല്ല ടയറുണ്ട്. എൻജിനും സൈഡും കാര്യങ്ങളൊക്കെ പക്കല്ലേ? അതെ അതെ. ഏത് വർഷമാണ് വണ്ടി? 2013 മോഡല്. 13. 2011 മോഡൽ i10 ആണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. എത്ര ഓടിയിട്ടുണ്ട്? 56,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിൻ കിലോമീറ്റർ ആണ്. ഫോർഡോ പവറിൻ്റെ ആണല്ലേ? വണ്ടിക്കകമൊക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2,400 2,400. ബാക്ക് സൈഡ് കൊള്ളാം. റൂഫ് കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. എത്ര? ഒരു 1.5. 1.5. ആ, 1.5 നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എത്ര? 2,10 അല്ലേ? 2,25. 2,10 അല്ലേ പറഞ്ഞു? 2,25 ആണോ? 2,25. 2012 മോഡൽ i10 സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. കിലോമീറ്റർ എന്താ ഓടി? 1.5 ഓടിയിട്ടുണ്ട്. 1.5. ഡീസലാണ്. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ പ്രത്യേകം വെച്ചല്ലേന്ന്? ആ, ഓക്കെ. റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇതിന്റെ റേറ്റ് വരുന്നത് 2,75,000 ആണ്. ടയർ ആവറേജ് ആണ്. 2,75,000. ഒരു 80 രൂപ നമുക്ക് ഡൗൺ അടച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2013 മോഡൽ സ്വിഫ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. 84,000 കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത്. 84. അതെ. റീപ്ലേസ്മെന്റ് ആക്ഷൻ ഹിസ്റ്ററി ഒന്നും വരുന്നില്ല. VDA ആണോ VX ആണോ? VDA ആണ്. VDA ആണ്. ഓക്കെ. ഫോർഡോ പവറിൻ്റെ ഡീസലാണല്ലേ? അതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് 420 ആണ്. 420. ഡീസലല്ലേ? ഡീസലാണ്. ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. 2013 മോഡൽ സ്വിഫ്റ്റ് VDA സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. 1,04,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഇതിന്റെ റേറ്റ് വരുന്നത് 4 lakh ആണ്. 1 ലക്ഷം കഴിഞ്ഞില്ലയോ? റേറ്റ് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഒരു 1 lakhനകത്ത് ഡൗൺ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2010 മോഡൽ സ്വിഫ്റ്റ് VDA സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. 1,06,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. റീപ്ലേസ്മെന്റ് ആക്ഷൻ ഉണ്ട്, കാര്യങ്ങളുണ്ട്. സീറ്റർ റേറ്റ് വരുന്നത് 2.5 ആണ്. 2.5. ഏത് വർഷമായിരുന്നു? 2010 മോഡൽ. ടയർ ആവറേജ് ടയർ. വേറെ അപാകതകളൊന്നുമില്ലേ? ഇല്ല. വണ്ടി അത്യാവശ്യം കാണാനെല്ലാം വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഡീസലാണോ ഇത്? ഡീസലാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എല്ലാ വണ്ടികളും അത്യാവശ്യം നല്ല പ്രൈസ് ആവുന്ന വണ്ടികളുണ്ടായിരുന്നു. മുട്ടൻ വണ്ടികൾ കിടപ്പുണ്ടായിരുന്നു. അതേപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള വണ്ടികളും ഉണ്ട്. അപ്പം പിന്നെ ഇത് ഞാൻ കാണിക്കാത്ത ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ചില വണ്ടികൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുകൊണ്ട് എടുത്തിട്ടില്ല. പിന്നെ ചില വണ്ടികൾ നിന്ന് എടുക്കാനുള്ളൊരു സൗകര്യമില്ല, അതുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല. പക്ഷേ അല്ലാത്ത പക്ഷം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടിക്ക് പകരം വേറൊരു വണ്ടി എന്നുള്ളൊരു ഓപ്ഷനിൽ വേണമെങ്കിലും എടുക്കാവുന്ന അത്ര വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നല്ലൊരു വണ്ടികൾ എടുക്കണം എന്ന് താല്പര്യപ്പെടുന്ന എല്ലാവർക്കും കാണാനും വന്നെടുക്കാനും പറ്റുന്ന നല്ലൊരു ഷോപ്പായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല വണ്ടികൾ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.